ഹലോ ഗെയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ 6:18 ആയപ്പോഴാട്ടോ വർക്കിന് ഇറങ്ങുന്നത്. വണ്ടി ഇന്നലെ കഴുകാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് ഇവിടെ ചാടേണ്ട കാര്യങ്ങളൊക്കെ മേൽക്കൂടെയൊക്കെ ചാടിയിട്ടുണ്ട്. ഇനി ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനേ കുറച്ച് സാധനങ്ങൾ കയറ്റാണ്ട്. നമ്മളെ കുടിക്കാനുള്ള വെള്ളമുണ്ട്, പിന്നെ വലിയ ടാങ്കത്തെ ഇത് മിനറൽ വാട്ടർ നിറച്ച് കൊണ്ടല്ല, ഇതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും വേണം ഡിക്കിക്ക് വെക്കുക. ഇതിപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോഴേ നിറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഞാൻ അപ്പം മറക്കും, നേരെ ഇങ്ങോട്ട് റൂമിലേക്ക് തന്നെ കയറും. ഇനിയിപ്പോൾ അതേക്കര ഉണ്ടാവുക. ഇനി നമുക്ക് കുടിക്കാനുള്ള 2 കുപ്പി വെള്ളം. ഈ 2 കുപ്പി തീർക്കൂല കേട്ടോ, ഒരു കുപ്പി തന്നെ തീരൂല. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഗെയ്സ്. ഇനി എന്താ പരിപാടി വെച്ചാൽ വണ്ടിൻ്റെ സ്റ്റാർട്ടിങ് മാറുമ്പോഴത്തേന് ആ ഗേറ്റ് പോയി തുറക്കട്ടെ. പിന്നെ ഇവിടെ വന്നാണ്ട് ഇവിടെ ഈ കയറ്റത്ത് നിർത്തേണ്ടി വരും. എന്നിട്ട് പിന്നെ ഗേറ്റ് തുറന്നിട്ട് പിന്നെ അടക്കേണ്ടി വരും. ഇതിപ്പോൾ ഏതായാലും ഇപ്പോൾ വണ്ടിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ് ആണ്. നമ്മളെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് വേഗം അങ്ങോട്ട് ഗേറ്റ് തുറന്നാൽ ഈ പരിപാടി കഴിയും. അങ്ങനെ നമ്മൾ കോൾഡ് സ്റ്റാർട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ. ഞാൻ വേഗം ഊബർ ഓൺ ആക്കട്ടെ. ഇവിടെ നമുക്ക് റൂമിൽ വൈഫൈ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഓണാക്കിയാലേ ഇനിയിപ്പോൾ ഈ ഭാഗത്തു നിന്നും റേഞ്ച് ഉണ്ടാവില്ല. കുറച്ച് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് നീങ്ങണം, എന്നാലേ റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഊബർ ഓണാക്കിയിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമേ അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കട്ടെ. ഇപ്പോൾ 3 ദിവസം ലീവായിരുന്നു കേട്ടോ. ശനി ഞായറും തിങ്കളും ലീവായിരുന്നു. അങ്ങനെ വണ്ടി മേലേക്ക് കയറ്റിട്ടോ. ഇനിയിപ്പോൾ ഗേറ്റ് അടക്കട്ടെ. നമ്മളെ അവിടെ റേഞ്ച് കിട്ടിയില്ല. ഞാൻ വേഗം ഊബർ ഓണാക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതിനൊരു കോള് വന്ന്. അപ്പോൾ ഇനി ഏതായാലും അവിടെ മുണ്ടമ്പാലം പോയിട്ട് ഓണാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗേറ്റ് അടച്ചാണ്ട് വേഗം പോട്ടെ വിടുന്നു. ഞാൻ 2 ദിവസം നമ്മളെ അനിയന്മാർ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഇവിടെ വൈഫ് ഹൗസിലേക്ക്, തോപ്പുംപടിക്ക്. അപ്പോൾ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ വലിയ സ്ഥലമല്ല. സ്ഥലമില്ലോടത്ത് ആണെങ്കിൽ ഫുള്ള് മരങ്ങളാണ്. അപ്പോൾ അവിടെ കാക്കകൾ ഉണ്ടാവും. കാക്കകൾ നല്ല പണി തരും. അവരിത് ഒരുമാതിരി ആസിഡ് പോലെയാണ്, പോവൂല എത്ര കഴിക്കാലും. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇത് മായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വണ്ടി കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറക്കിയിട്ട്. വണ്ടിമ്മ കുഴപ്പമില്ലാത്ത ചളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ അങ്ങോട്ട് പോരുന്ന വഴിക്കാൻ, ഇന്നലെയാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇന്നലെ പോരുന്ന വഴിക്കാൻ നമ്മൾ കാക്കനാട് അനസിക്കാൻ്റെ അവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര കുറേ വണ്ടികൾ കഴിക്കാനായിട്ട്. പിന്നെ അത് കഴുകി കഴിയുമ്പോഴത്തേന് കട ക്ലോസ് ആവാനും ആവും എന്ന് പറഞ്ഞു അടുത്ത പണിക്കാർ. ഓർക്ക് പണിയെടുക്കാൻ വലിയ മൂടില്ല. ഓണർ അവിടേക്ക് കയറ്റിക്കോന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് കഴിക്കാൻ നിന്നില്ല, വേഗം റൂമിലേക്ക് പോന്ന്. വേഗം റൂമിൽ വന്നിട്ട് വേഗം കഴുകി. അങ്ങനെ കേസ് നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ കൊടുന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കബാനയിൽ പോയിട്ട് ഒരു ചായ കുടിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ കൈനീട്ട ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അബീഷാണ്, നമ്മളെ തൃക്കാക്കര അപ്പാർട്ട്മെന്റ് റോഡിൽ നിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. നമ്മളെ അത്താണിമുണ്ടമ്പാല റോഡാണ്. ഞാൻ ജസ്റ്റ് അവിടെ ചായടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിക്കാത്തതുകൊണ്ട് നമ്മളെ കൊല്ലംകുടിമുള് പോകാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളൂ. തിരിയണതിന് മുമ്പ് തന്നെ ട്രിപ്പ് അടിച്ച്. അപ്പോൾ നമ്മളെ കൈനീട്ട ട്രിപ്പ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. 230 എത്ര രൂപ ഉണ്ട്, 13 കിലോമീറ്ററാണ്. അത് മാച്ച് ട്രിപ്പായിരുന്നു. അതുകൊണ്ട് എടുക്കുക ഡ്രോപ്പ് എടുക്കാന്നൊന്നും നോക്കാൻ പറ്റില്ല. ഡ്രോപ്പിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ടാക്കുക, റേറ്റ് ഉണ്ടാക്കുക, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എടുക്കുക. സ്ഥലം ഇപ്പം ഇനി എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ കിലോമീറ്ററിൻ്റെ ഏകദേശം റേറ്റ് അതിനുണ്ട്. അപ്പം ഇനി ഏതായാലും പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് പിക്കപ്പ്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. ആ പോകുന്ന ആൾക്കാരായിരുന്നു, കുറച്ച് പാട്ടുകാരൻ തോന്നുന്നുണ്ട്, ഒരു 3 ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഡ്രോപ്പ് ചെയ്തത്. 234 രൂപ കേട്ടോ നമ്മൾ ഏണിങ്സ്. അതിൽ 230 ക്യാഷ് കളക്ട് ചെയ്തിട്ടുള്ളൂ. 12.77 കിലോമീറ്റർ, 18 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു പിക്കപ്പും പാട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അക്ഷയൻ്റെ കാക്കനാട്ടിക്കാണ്. 280 എത്ര രൂപയുടെ ഒരു ട്രിപ്പാണ്. അത്യാവശ്യം ഫെയർ ഉണ്ട്. ഞാൻ കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ പ്രീപെയ്ഡ് ടാക്സിക്കാരനാ. ഊബറാർ വെറുതെ നിൽക്കാൻ എഴുതിയിട്ടേ ട്രിപ്പ് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ ആള്. അപ്പോൾ ആൾക്കാരുടെ ട്രിപ്പ് ഉണ്ടോ ആട് കയറ്റിടാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെ കാക്കനാട് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് നമുക്ക് 283 രൂപയായിട്ട് കിട്ടിയത്. ഞാനിവിടെ നമ്മളെ ചിറ്റാറ്റുകര ഒരു ട്രിനിറ്റി പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് ആളുണ്ട് ഇവിടെ. അപ്പോൾ അവിടേക്കാട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിക്കാണ് വണ്ടി. പാർക്കിങ്ങിൽ ഇട്ടിക്കൊന്നല്ല, വണ്ടി റിവേഴ്സ് ഇട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ലാഭമുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. 283 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 16.21 കിലോമീറ്റർ, 31 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. 350 ക്യാഷ് കളക്ട്. 283 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ കമ്മീഷനേ പോയിട്ടുള്ളൂ. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 12 കിലോമീറ്റർ 200 സംതിങ് ഉണ്ടായിരുന്നു. അത് ലാഭമുള്ള ട്രിപ്പ് തന്നെയാണ്. ഇത് ഒരു കൊയിലാണ്ടിക്കാരനായിരുന്നു കേട്ടോ. അപ്പോൾ ആളിവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഫ്ലാറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല കമ്പനി ആയിട്ട് പോന്ന് കൈയൊക്കെ തന്ന് പോയിട്ടുണ്ട്.
അപ്പൊ ഇനി ഞാൻ ആംബിയൻസിന്റെ അവിടെ പോയോക്കട്ടെ കേട്ടോ. ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായയും എന്തെങ്കിലുമൊക്കെ ഒരു കടി എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നിർത്തല് നടക്കൂല, അപ്പൊ കുറെ സമയം പോകും. ഇത് എവിടക്കായിരുന്നു ഡ്രോപ്പ് എടുക്കായിരുന്നു? കൊച്ചിപ്പള്ളി അറിയോ? ആ, കൊച്ചിപ്പള്ളി, ഫോർട്ട് കൊച്ചി ആ ഭാഗത്തേക്കാ? കൊച്ചിപ്പള്ളി നമ്മുടെ രാജീവ് സ്റ്റേഡിയം ഉണ്ട് അവിടെ. ആ ഓക്കെ. അല്ല ഇത് എയർപോർട്ടിക്കൊന്നും അല്ലല്ലോ ഡ്രോപ്പ്? ഇല്ല. ആ ഓക്കെ ഓക്കെ. ഇപ്പൊ വരാം, ഒരു 5 മിനിറ്റ്. ഓക്കെ ഇവിടെ KFC നോയമ്പ് ടിക്കറ്റ് കയറി വന്നാൽ മതി. ഓക്കെ. KFC അല്ലേ? ഓക്കെ. അറിയാലേട്ടാ? ആ ചിറ്റത്തേര സ്റ്റുഡിയോന്റെ അടുത്തല്ലേ? ഞാനേ ജസ്റ്റ് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓഫ് ചെയ്യുന്ന ടൈമിൽ ഒരു മാച്ച് ട്രിപ്പ് വന്നു, അത് വലിയ കൊണല്ല. അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഇതാ ട്രിനിറ്റിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് റാപ്പിഡോയില് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു രഘു. അപ്പൊ അത് ജസ്റ്റ് ഞാൻ കസ്റ്റമർ വിളിച്ചു നോക്കി, എന്താ വെച്ചാല് 410 രൂപയുടെ ട്രിപ്പാ. 410 രൂപക്ക് 19 എന്തോ കിലോമീറ്റർ ഉള്ളൂ. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ 21 രൂപ വെച്ചിട്ടുണ്ട് കിലോമീറ്റർ ലാഭം. പക്ഷെ എയർപോർട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാവും. കാരണം ഈ റാപ്പിഡോയില് ടോൾ ഇൻക്ലൂഡിങ് ആണെന്നാണ് കാണിക്കല്. എന്നാൽ ടോൾ ഇൻക്ലൂഡിങ് ആവലില്ല, അപ്പൊ 21 കിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു നോക്കിയത്. എയർപോർട്ടിൽ ആണെങ്കിൽ ടോളിന്റെ പൈസ എക്സ്ട്രാ വാങ്ങണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാവില്ല. അപ്പൊ 410 60 രൂപ ടോളിന്റെയും പാടെ കുറഞ്ഞിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഏതായാലും ഇത് ഏതോ കൊച്ചിപ്പള്ളിയോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ്, അത് കുഴപ്പമില്ല. എയർപോർട്ടൊക്കെ അല്ലാന്ന് മനസ്സിലായാൽ മതി, ബാക്കി നമുക്ക് ലൊക്കേഷൻ അടിക്കുമ്പോൾ കിട്ടും. അപ്പൊ ഏതായാലും നമ്മളെ രഘുസാറെ പോയിട്ട് പിക്ക് ചെയ്യട്ടോ. ഓ എങ്ങനെ ഇപ്പൊ അങ്ങോട്ട് കിടക്കുക? അവിടെ കണ്ടോ, അതാണ് KFC. ആ ചുവപ്പ് ബോർഡുണ്ടോ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് യൂട്ടൺ അടിക്കണം. ആ ഗ്യാപ്പിലാണ് അടിച്ചാൽ മതിയായിരുന്നു, ഇനി കിട്ടൂല. അങ്ങനെ നമ്മളെ റാപ്പിഡോന്റെ ട്രിപ്പും ക്ലോസ് ചെയ്തിട്ടോ. അത് ആ നടന്നു പോകുന്ന കുറച്ച് ഹിന്ദിക്കാരായിരുന്നു കേട്ടോ, 4 പേരുണ്ടായിരുന്നു. ഇതില് 410 രൂപയുടെ ട്രിപ്പാണിത്. പക്ഷെ അവർക്ക് എന്തോ പ്രൊമോഷൻ ഓഫർ എന്തോ ഉണ്ടോ. അവര് 350 രൂപയാണ് കസ്റ്റമർ കയ്യിൽ നിന്ന്, 340 രൂപയാണ് കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളത്. ബാക്കി 70 രൂപ റാപ്പിഡോക്കാർ നമുക്ക് തരും. അപ്പൊ അത് വാലറ്റിൽ വന്നിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. വാലറ്റിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ 88.21 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം ഒരു 48 മിനിറ്റ് സമയം എടുത്തത് കണ്ടോ. 1 മണിക്കൂറിന്റെ അടുത്ത് എടുത്തു. 19 കിലോമീറ്റർ ഉള്ളൂ. പെർ കിലോമീറ്റർ 21 റുപ്പീസ് ഉണ്ട്. ഇതാ നമ്മളെ ഷേണായ്സ് ഭാഗത്തേക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ശശി. അത് ഇവിടുന്ന് അടുത്തുനിന്ന് തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. 800 മീറ്റർ, 1.3 കിലോമീറ്റർ. അപ്പൊ അത് 202 രൂപയുടെ ട്രിപ്പാട്ടത്. സമയം ഒരു 11:39 ആയപ്പോഴേ നമ്മളിവിടെ ആസ്റ്റർ മെഡ്സിറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആസ്റ്റർ മെഡ്സിറ്റി ബാക്കിലാണ്. എനിക്ക് ഡ്രോപ്പ് അവിടെ ഉണ്ടായിരുന്നു, ഈ പാലത്തിന്റെ അപ്പുറത്ത് തന്നെ, ആസ്റ്റർ മെഡ്സിറ്റിന്റെ ഓപ്പോസിറ്റ്. മറ്റേ നമ്മളെ ശശിന്റെ ട്രിപ്പിന് ശേഷേ നമ്മളൊരു ടോട്ടൽ ഒരു 2-3 ട്രിപ്പ് ഓടി. ലാസ്റ്റ് ഡ്രോപ്പ് ഇവിടെ റാപ്പിഡോയിലോട്ട് ഓടിയത്. ശശിന്റെ മറ്റേ നമ്മളെ പള്ളിമുക്ക് എത്തിയപ്പോഴേ ഷേണായ്സിന്റെ അടുക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. പള്ളിമുക്ക് എത്തിയപ്പോൾ ആളെന്തോ മീറ്റിങ്ങിന് എന്തോ പോവായിരുന്നു സെൻട്രൽ സ്ക്വയർ മാളില്. അപ്പൊ ഭയങ്കര ബ്ലോക്ക് ആ ഐലൻഡില്. അപ്പൊ അതുകൊണ്ട് ലേറ്റ് ആയിട്ട് എന്നോട് ഏതായാലും ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പറഞ്ഞു. ആളെ റിട്ടേൺ പോയി. അപ്പൊ അതങ്ങനെ കംപ്ലീറ്റ് ആയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഊബറിൽ 2 ട്രിപ്പ് ഓടി. റാപ്പിഡോയിൽ ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഈ ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ വന്നു നോക്കിയതാ ട്രിപ്പ് അടിക്കാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ ഒരു കഞ്ഞിന്റെ ബോർഡ് കണ്ട്. അപ്പൊ രാവിലെ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇനി കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇനി രണ്ടും പാടെ ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പാടെ ഒരുമിച്ചാക്കാന്ന് വിചാരിച്ച്. അപ്പൊ സമയം 11:40 ആയിട്ടോ. അപ്പൊ ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പൊ ഏതായാലും ഇപ്പൊ ഇനി കഞ്ഞി മതി. ഇനിയിപ്പോ ഏതായാലും നമ്മള് 3-4 മണിയാകുമ്പോ നിർത്തുമല്ലോ. അപ്പൊ പിന്നെ റൂമിൽ നിന്ന് കഴിക്കാം. ഇവിടെ കഞ്ഞി തയ്യാറാണ്, പക്ഷേ വണ്ടി ഇടാൻ സ്ഥലമില്ല. ഈ ലോറിന്റെ മുമ്പില് അവിടെ സ്ഥലം ഉണ്ടാക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ കൊടുന്നിടേണ്ടി വരും. ഇവിടെ നോ പാർക്കിംഗ് ആണ്, അതാണ് പ്രശ്നം. അവിടെ ലോറിന്റെ അവിടെ സ്ഥലം കിട്ടിയില്ല കേട്ടോ. അപ്പൊ പിന്നെ ഇനി ഇവിടെ തന്നെ ഉള്ള ആഗ്രഹ സ്ഥലം ഇവിടെ കാട്ടിക്കണ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഏതായാലും കഞ്ഞി കുടിച്ച് വരട്ടെ. അപ്പൊ ഇതിന് പോലീസുകാർ വന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ കഞ്ഞുടി പരിപാടികളൊക്കെ കഴിഞ്ഞ് സമയം 12:52 ആയിട്ടോ. നമ്മൾ അറിയുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ആളോട് കുറച്ചേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു കോള്, നമ്മളെ ഫ്രണ്ട് അവിടെ ചിറ്റൂര് ഭാഗത്ത് വണ്ടി സ്റ്റാർട്ട് ആവണില്ല എന്നും പറഞ്ഞാണ്ട് വേറെ ആളാട്ടോ, നമ്മളെ റിൻഷിതല്ല. അപ്പൊ അവിടെ ചെന്ന് നോക്കട്ടെ. ഞാൻ ഏതായാലും ഊബർ ഓൺ ആക്കുന്നുണ്ട്. ഏകദേശം ആളെ വിളിച്ചുകൂടെന്നൊക്കെ പറഞ്ഞു, വർക്ക്ഷോപ്പുകാരെ. അപ്പോൾ വല്ലാണ്ടായിട്ട് അവിടെ നിൽക്കേണ്ടി വരൂല. ഞാൻ ഊബർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളു പോവാന്. അപ്പൊ ഏതായാലും അവിടെ ചെന്ന് നോക്കട്ടെ. ഇപ്പൊ ഇവിടെ നമ്മളെ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകണ അവിടുത്തെ തുരങ്കത്തിന്റെ അവിടെ കേട്ടോ. ഞാനിപ്പോ എടപ്പള്ളിക്കാണ് പോയിക്കൊണ്ടിരിക്കണത്. നമുക്ക് പോരുന്ന വഴിക്ക് ചെറിയൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 143 രൂപയുടെ. അപ്പൊ ഇപ്പൊ അത് ഡ്രോപ്പ് ചെയ്തു. നമ്മളെ അമൃത ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ CNG ഒരു പുള്ളിയും പാടെ ഉള്ളു. ഇപ്പൊ ഇതുവരെ 2 പുള്ളി ഉണ്ടായിന്, ഇപ്പൊ ഒരു പുള്ളിയും പാടെ പോയി. അപ്പൊ ഇനി ഏതായാലും നേരെ നമ്മളെ എടപ്പള്ളി പോയിട്ട് CNG അടിക്കട്ടെ. അങ്ങനെ നമ്മൾ CNG പമ്പിലേക്ക് എത്തിട്ടോ, പത്തടിപ്പാലം CNG പമ്പിലേക്ക്. അങ്ങോട്ട് പോരുന്ന വഴിക്ക് നമുക്കൊരു 3 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നേ.
ആദ്യം 4 ട്രിപ്പ് അടിച്ച്, ഊബറിൽ 3 വട്ടം അടിച്ച്, റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ച്. അപ്പൊ അത് ഊബറിൽ അടിച്ചത് ആസ്റ്റർ മെഡ്സിറ്റിക്ക് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. അത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ നിന്നാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു, ജസ്റ്റ് മിന്നിപ്പോയി. 1 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. 135 രൂപയുടെ എന്തോ ഒരു ട്രിപ്പ് ആയിരുന്നത്. അപ്പോൾ അതും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഊബർ ഓഫ് ചെയ്ത്, ഇങ്ങനെ വെറുതെ ഓരോ ട്രിപ്പുകൾ അടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഊബർ ഓഫിലാണ് കിടക്കുന്നത്. അപ്പം ഇനി ഏതായാലും CNG അടിക്കട്ടെ. ഈ ലൈനിൽ 2 വണ്ടിയും പാടെ ഉള്ളൂ. ആ വണ്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ വാഗനറും പാടെ അടിച്ചാൽ അടുത്തത് നമുക്ക് അടിക്കാം. അവിടെ വേറെ ലൈൻ ഉണ്ട് കേട്ടോ, അത് അവിടേക്ക് ഒരു 3-4 വണ്ടിയും പാടെ ഉണ്ട്. അങ്ങനെ നമ്മൾ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞ് ഊബർ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. 700 രൂപ കേട്ടോ CNGക്ക് ആയത്. ഫുൾ ടാങ്ക് കയറിയിട്ടില്ല, ഒരു പുള്ളി കുറവാണ്. 152 കിലോമീറ്റർ കേട്ടോ കഴിഞ്ഞ CNGയിൽ നമ്മൾ ഓടിയത്. ഒരു വട്ടിയും പാടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തായാലും ഊബറിൽ ട്രിപ്പ് അടിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ 2 വട്ടം ഊബർ ഓഫ് ചെയ്തല്ലോ. അങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ട്രിപ്പ് അടിക്കലില്ല. ഇനിയിപ്പോ എന്താവും എന്താ അറിയില്ല. 1:39 ആയിക്കൊണ്ട് സമയം. അപ്പൊ ഗേസ് ഞാനേ ഒരു പുതിയ തീരുമാനം എടുത്തു. ഊബർ ഓൺ ആക്കിയാണ്ട് ഇങ്ങനെ റൂമിലേക്ക് പോകും. ട്രിപ്പ് അടിച്ചാൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ കയറാനാണ് പരിപാടി. ചെറിയൊരു തലവേദന. എന്റെ തീരുമാനം ഞാൻ വീണ്ടും മാറ്റി ഗേസ്. ഞാൻ റൂം എത്തുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യാണ്. കാരണം ബാക്കിലൊരു പൂളപ്പൊരിന്റെ കട കാണുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഒരു പൂളപ്പൊരി വാങ്ങിയിട്ട് നേരെ റൂമിൽ പോയിട്ട് സിനിമ കണ്ടിരിക്കട്ടെ. നല്ല വെയില്, ഇപ്പൊ ഇനി ഓടിയിട്ട് കാര്യമല്ല. വല്ല ഫോർട്ട് കൊച്ചിക്ക് എവിടേക്കൊക്കെ ട്രിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ 4 മണി 5 ആകുമ്പോൾ നിർത്തും വേണം. അപ്പൊ പിന്നെ അങ്ങോട്ട് കാലിച്ച് പോരേണ്ടി വരും. അതിലേറെ നല്ലതേ പുളപ്പൊരിയും കഴിച്ചുകൊണ്ട് സിനിമ കണ്ടിരിക്കണതായിരിക്കും റൂമിൽ. അപ്പൊ ഏതായാലേ പോയിട്ട് വാങ്ങിക്കൊണ്ടട്ടെ. അങ്ങനെ സാധനം വാങ്ങി ഗേസ്. 40 രൂപക്ക് 100 ഗ്രാം. അപ്പൊ ഓക്കെ, ഞാൻ പോയിട്ട് സിനിമ കണ്ടാണ്ടിരിക്കട്ടെ. അപ്പൊ ഇനി ഏതായാലും നാളെ കാണാം.